നല്ലൊരു മരോളാകുക എന്ന് പറയുന്നത് ഒരു ത്യാഗ. നിങ്ങളൊന്ന് മരുക്കളല്ലേ ഇയാളെ അല്ലേ? മരുമകളാവുക എന്നത് ത്യാഗമാണോ? ഈ ചോദ്യം ഇവിടെ അപ്രസക്തമാണ് എന്നാ നിങ്ങൾ പറയണത് അല്ലേ? തലശ്ശേരിയിൽ വന്ന് നിങ്ങൾ നല്ല മരുമകളാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ നടക്കുക? ആയിക്കോട്ടെ, നിങ്ങളെ പേരയിൽ നിന്നോളി, പക്ഷെ മരുമോളാവാതാകുവോ? മരുമോളല്ലേ? ഡെഫിനറ്റ്ലി ഒന്ന് തലയാട്ടിന്ന്. എന്നാ നല്ല മരുമകളാവുക എന്നത് ഒരു ത്യാഗമാണ്. അത്യപൂർവമായി അല്ലെങ്കിൽ ഒരുപാട് വിനയവും സ്നേഹവും സഹകരണവും വേണ്ട ഒരു പൊസിഷനാണ് നല്ല മരുമകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, മക്കൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ഉമ്മമാരോടാണ്. ആ ഉമ്മമാരെ, ആ മക്കളെ ഉമ്മമാരുമായുള്ള ബന്ധം സുദൃഢമാക്കേണ്ട ബാധ്യത അത് മക്കൾക്കാണ്, മരുമക്കൾക്കാണ്. അതുകൊണ്ട് മരുമകൾ എന്ന ആ പൊസിഷൻ, ആ ഒരു ബന്ധം വളരെയധികം ഊഷ്മളമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അത് കഴിഞ്ഞ് അയൽവക്കം. നിങ്ങളൊക്കെ അയൽവക്കക്കാരാണ് അല്ലെ? അയൽവക്കത്തിനോട് നമുക്ക് വല്ല ബാധ്യതകളുണ്ടോ? ഉണ്ടോ? ഇല്ലേ. അയൽപക്കത്തോടുള്ള ബാധ്യതകള്, കടമകള് പറഞ്ഞ് 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 റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയൽപക്കക്കാരോടുള്ള ബാധ്യതകള്, കടമകള് പറഞ്ഞു പറഞ്ഞ് അവർക്ക് അവകാശം കൊടുക്കേണ്ടി വരുമോ, നമ്മുടെ സ്വത്തിൽ നിന്നും ഓഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഭയന്നു എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കറി ഉണ്ടാക്കിയാലേ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അയൽവക്കക്കാർക്ക് കൊടുക്കണം എന്നാ. അതിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ അയൽവക്കക്കാർക്ക് കൊടുക്കണം. നമ്മളെ മതിലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണുമോ? മതിലിന്റെ അപ്പുറത്തേക്ക് കാണും. എത്ര വീടുകൾ മതിലിന്റെ അപ്പുറത്തേക്ക് കാഴ്ച ഉണ്ട്? ഒന്ന് കൈ നോക്കി കാണേ. കൈ പൊക്കി 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 മടുത്തില്ലേ? അവ കാണാത്തവരുണ്ടെങ്കിലേ നാളെ തന്നെ ചെന്നിട്ടൊരു ഓട്ടം ഉണ്ടാക്കാൻ പറയാം മാപ്പിളനോട്. നിങ്ങൾ ഇവിടെ പുയ്യാപ്പിളാന്നല്ലേ പറയാ അല്ലേ? പുയ്യാപ്പിളന്റെ അടുത്ത് ചെന്നിട്ട് ആ മണവാളന്റെ അടുത്ത് ഒരു ഹോള് ഉണ്ടാക്കാൻ പറയാം. അയൽവക്കത്തുനിന്ന് വിളിച്ചാല് കേൾക്കണല്ലോ, പറഞ്ഞാൽ കേൾക്കണല്ലോ, ഇല്ലേ? അയൽപക്ക ബന്ധം, ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നാളെ ചോദ്യം ചെയ്യപ്പെടും. നാളത്തേക്കുള്ള സ്വർഗം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം. മാതൃകയാക്കുന്നവരാണ് നമ്മളെ മക്കള്. നമ്മളാണ് അവരുടെ ആദ്യത്തെ മാതൃക. ഉമ്മയും ഉപ്പയാണ് ആദ്യത്തെ മാതൃക. നല്ല മാതൃകകളാവുക, നല്ല ഇണകളാവുക. നല്ല ഇണകളാവുക എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ? നമ്മൾ സൂക്ഷിച്ച് ഇനി ശ്രദ്ധയോടെ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ പറയണത്. പെട്ടെന്ന് എനിക്ക് വൈൻഡപ്പ് ചെയ്യണം, എനിക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് എത്തണം. അപ്പൊ ഇനി പറയണത് വേഗം കേൾക്കൂലേ? എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറി ഇന്നൊക്കെ നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യനെ സ്നേഹിക്കണം എന്നിങ്ങനെ പറഞ്ഞാലോ അങ്ങോട്ട് ടാലി ആയി പോണില്ല, ഇല്ലേ? നൂലുമക്കൂടെ ശരിക്കും ഇങ്ങോട്ട് പോണില്ല. അത് പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റോറി ഓർമ്മ വന്നത്. ഒരാളെ കവലയില് ഭയങ്കര സാഹസികതകൾ കാണിച്ചുകൊണ്ടിരിക്കുക. സാഹസികത എന്താണെന്നറിയോ? നൂലുമക്കൂടെ ഇങ്ങനെ നടക്കുക. നമ്മളെ സർക്കസിലൊക്കെ ഉണ്ടാവില്ലേ, നൂലുമക്കൂടെ ഒരാളിങ്ങനെ നൂലിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ആ അറ്റം വരെ നടന്നു പോവാ. എല്ലാവരും ഭയങ്കര കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ പറയാണ്, ഇനി ഇതിനേക്കാ വലിയ ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. 2 പേര് ഈ നൂലിലൂടെ നടക്കും. ആരാ പേര് എന്റെ കൂടെ നൂലിൽ കൂടെ നടക്കാന്? ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ചെല്ലുവോ? നിങ്ങളാണെങ്കിൽ ചെല്ലുവോ? ഞാനാണെങ്കിൽ ചെല്ലൂലല്ലോ. പക്ഷെ ഒരു കുട്ടി ചെല്ലുകയാണ്, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. കുട്ടികളാണ് എപ്പോഴും സാഹസികതകള് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവരല്ലേ നമ്മളെക്കാളും. അങ്ങനെ ഒരു കുട്ടി ചെന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. എന്തോ ഒരു സ്വകാര്യം ചെവിയിൽ പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇവര് 2 പേര് പതുക്കെ 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 സുഗമമായി ആ റോപ്പിലൂടെ നടന്ന് അപ്പുറത്തെത്തി. എല്ലാരും കൈയടിച്ച് ഈ കുട്ടീനെ വാരി പുണർന്ന് ശേഷം ഈ കുട്ടീൻ്റെ അടുത്ത് ചോദിക്കാണ്, എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞെന്ന സ്വകാര്യം? അപ്പൊ ആ കുട്ടി പറയാ, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നമ്മൾ 2 പേരും ഒരുമിച്ച് ശ്വസിക്കും. നമ്മൾ 2 പേരും
ഒരുമിച്ച് ശ്വസിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും ഒരുപോലെയായി തീരും. അങ്ങനെയായാല് നമ്മൾ രണ്ടാളും ഈ നൂലുമെന്ന് വീഴൂല. ജീവനെ പേടിയുള്ളോണ്ട് ആ കുട്ടി ഈ കാക്കാനെ തന്നെ നോക്കി കാക്ക ശ്വസിക്കണ പോലെ ശ്വസിച്ച് ഹൃദയമിടിപ്പും ഒരുപോലെയായി സുഖകരമായി അവര് ഈ പാലത്തിലൂടെ നടന്നുപോയി. ഇതുപോലെയാണ് ഭാര്യ ഭർത്തൃബന്ധം. അതൊരു കലയാണ്. ഒരുപോലെ ശ്വസിച്ച് ഒരുപോലെ ഹൃദയങ്ങൾ തുടിച്ച് അത്രയേറെ സ്നേഹത്തിൽ ജീവിക്കേണ്ട രണ്ടുപേര്. ആണും പെണ്ണും ഒരുപോലെയാ? അല്ലല്ലോ അല്ലെ. നമ്മൾ രണ്ടുപേരും കാഴ്ചയിൽ എൻ്റർലി ഡിഫറെന്റ് അല്ലേ? അല്ലേ? കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ വേഗം ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ആദ്യം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും തുടങ്ങാം അല്ലെ. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? 6 4 5? തലശ്ശേരിയിലും 5 തന്നെയല്ലേ? അപ്പോ ചെവിന്ന് തുടങ്ങാം അല്ലെ. ആണിന്റെ പെണ്ണിന്റെ ചെവി ഒരുപോലെയാണോ? ഹലോ, സെയിം ഓർ ഡിഫറെന്റ്? എന്തെങ്കിലും ഒന്ന് പറയേ, അല്ലെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ കയ്യ്. ആണിന്റെ പെണ്ണിന്റെ ചെവി ഒരുപോലെയല്ല. അതെ, ആണിന്റെ ചെവി പെണ്ണിന്റെ ചെവിയേക്കാളും കുറച്ച് വലുതാണ്. ചെവിയുടെ സ്ട്രക്ചർ, ഇറ്റ്സ് അനാറ്റമി, ബട്ട് അനാറ്റമിക്കലി ഇറ്റ്സ് ഡിഫറെന്റ്. അതിന്റെ ഫിസിയോളജിയിലേക്ക് വരുമ്പോ, അതിന്റെ കർമ്മത്തിലേക്ക് വരുമ്പോ, ചെവിന്റെ ധർമ്മം എന്താണ്? കേൾക്കുക. കേൾവി ശക്തി ആർക്കാ കൂടുതല്? ആർക്കാ? നമ്മൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാളും 10 മടങ്ങ് കേൾവി ശക്തി കൂടുതലാണ്. എങ്ങനെയുണ്ട്? വൈകുന്നേരം മൂപ്പര് ഫോണൊക്കെ എടുത്ത് കുറെ അപ്പുറത്തുള്ള വാഴത്തോട്ടത്തിൽ പോയി ഫോൺ ചെയ്യുക. നമ്മളിവിടെ വർക്ക് ഏരിയയില് അടുക്കളയിൽ പണിയെടുക്കണ നമ്മള് ഫോണൊക്കെ ചെയ്ത് വന്ന മൂപ്പരോട് നോക്കിയാണേ ആരാ വിളിച്ച്? ഇങ്ങേര് അന്തം വിട്ട് നിൽക്കും. അത്രയും ദൂരെ പോയി ഞാൻ ചെയ്ത കോള് എങ്ങനെ ഇവള് കേട്ട്? എങ്ങനെ കേട്ട്? 10 ഇരട്ടി കേൾവി ശക്തി ആർക്ക് കൂടുതലാ? ആർക്ക് കൂടുതൽ തന്നെയാളെ? ഞമ്മക്ക്, പെണ്ണുങ്ങൾക്കല്ല, നമുക്ക്. നമുക്ക് ഇവിടെ ഞമ്മക്ക് എന്ന് പറയുവോ? ഞമ്മക്ക് എന്ന് പറയുവോ? തലശ്ശേരിയില് നിങ്ങൾ നിലമ്പൂരൊക്കെ ഞമ്മക്ക് എന്ന് പറയും. നിങ്ങളാ എന്താ പറയല്? നമുക്ക് എന്ന് പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് 10 മടങ്ങ് കേൾവി ശക്തി കൂടുതലാ. അതുകൊണ്ടാണ് ആൺകുട്ടികളോട് കിഴങ്ങ് പോയി വാങ്ങിക്കാൻ പറഞ്ഞു. പൂളക്കിഴങ്ങ്, പൂളാന്ന് പറഞ്ഞാൽ കപ്പ കേട്ടോ. കപ്പക്കിഴങ്ങ് വാങ്ങാൻ പറഞ്ഞാല് അവര് പോയിട്ടൊരു കവർ നിറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് വരും. ആൺകുട്ടികള് കിഴങ്ങ് എന്നല്ലേ പറഞ്ഞത്? ഓനാകെ ഉരുളക്കിഴങ്ങേ അറിയുള്ളൂ. അപ്പൊ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് വന്ന് ആണുങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട്, വളരെ വ്യക്തമായിട്ട് അരികിൽ ചെന്ന് പറഞ്ഞാലേ അവര് കേൾക്കുള്ളൂ. നമ്മൾ അപ്പുറത്ത് നിന്ന് അടുക്കളയിൽ നിന്ന് മന്ത്രിച്ചാല് അവര് കേൾക്കൂല. അത് അവരെ കുറ്റാണോ? അത് അവരുടെ കുറ്റാണോ? അത് അവരുടെ പ്രശ്നമാണോ? അവര് നമ്മളടുത്ത് സ്നേഹം ഇല്ലാത്തോണ്ടോ, നമ്മളിത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടോ, നമ്മളുമായിട്ട് അടിപിടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടോ അല്ല. അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. വെറുതെ കുറെ കച്ചറ ഉണ്ടാക്കിയില്ലേ നമ്മള്? അല്ലെങ്കിലും ഞാൻ പറയണ എന്താ നിങ്ങള് കേൾക്കല്? കേൾക്കാത്തോണ്ടാണ് പഠിപ്പുകളെ. കരുതിക്കൂട്ടി കേൾക്കാത്തതല്ല. അവരുടെ കപ്പാസിറ്റി നമ്മളുടെ അത്രയും ഇല്ല. ഇനി നമുക്ക് കണ്ണിലേക്ക് വരാം. നമ്മളെ കണ്ണും ഓരോ കണ്ണും ഒരുപോലെയാ അല്ലേ? എന്താ മാറ്റം? ആണുങ്ങളെ കണ്ണും പെണ്ണുങ്ങളെ കണ്ണും ഒക്കെ ഒരേപോലെ തന്നെയാ. അനാറ്റമിക്കലി ഒരു ഡിഫറൻസും ഇല്ല. ഇറ്റ്സ് സെയിം, ഒരുപോലെയാണ്. ഇനി അതിന്റെ ഫങ്ഷൻ എന്താ? കണ്ണെന്തിനാ? കാണാനാ അല്ലെ? കാഴ്ച ശക്തി എങ്ങനെയാ നോക്കാം നമുക്ക്? ആണുങ്ങളെ കാഴ്ച ശക്തിനെ പറയണ പേരാണ് ടണൽ വ്യൂ. ടണൽ വ്യൂ എന്ന് പറഞ്ഞാല് ഒരു വലിയ പൈപ്പ്, നല്ല നീളത്തിലുള്ള ഒരു പൈപ്പ് ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ വെച്ചാ എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാ കാണുക? ചായ കുടിക്കണ കൂട്ടത്തിൽ കുറച്ച് ഇതും കൂടെ കേൾക്കിട്ടാ എങ്ങനെയാ കാണുക? നേരെയുള്ള കാഴ്ച, വളരെ വ്യക്തമായിട്ട് നേരെയുള്ള കാര്യങ്ങൾ കാണും. സൈഡിലുള്ളത് കാണുവോ? കാണൂല. പക്ഷെ നമ്മള് പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് പറയാ നിങ്ങൾക്ക്? നമുക്ക് പെരിഫറൽ വ്യൂ ആണ്. ആണുങ്ങൾക്ക് ടണൽ വ്യൂ, ബട്ട് നമുക്കുള്ളത് പെരിഫറൽ വ്യൂ. നേരെ നോക്കിയാലോ
അപ്പുറത്തേക്കണ താത്താന്റെ ചുരിദാറും ചെരുപ്പ് കഴിഞ്ഞ ആഴ്ച ചെരുപ്പാണോന്നും മഫ്തമ്മ കുത്തിയ പിന്നും പിന്നെ കയ്യിലുള്ള വാനിറ്റി ബാഗിന്റെ ഉള്ളിലുള്ളത് പോലും ആർക്ക് കാണാൻ പറ്റും? ഉമ്മക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് കാറിൽ പോയപ്പോ പരിചയമുള്ള അപ്പുറത്തെ താത്താനെ കണ്ടപ്പോ മൂപ്പര് തിരിഞ്ഞു നോക്കി. ഉടനെ നമ്മൾ കൊടുത്തൊരു പിച്ച്. എന്തിനാ? മനുഷ്യ അങ്ങനെ വായ നോക്കല്ലേ മനുഷ്യ. മൂപ്പർക്ക് അത് പാത്തുമത്താത്തയാണ് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാലേ കാണുള്ളൂ. അത് മൂപ്പര് തെറ്റാണോ? ഹി ഹാസ് ടണൽ വ്യൂ. മൂപ്പർക്ക് ടണൽ വ്യൂ ഉള്ളൂ. കുറേ കാലമായി നമുക്ക് ചില സാരിക്കും ചുരിദാറിനൊക്കെ പൂതി ഉണ്ടാവും അല്ലേ? ഇല്ലേ? തെരഞ്ഞാലും കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണത്തിന് പോയപ്പോ അന്ന് ആഗ്രഹിച്ച ആ സാരി കാണുന്നത്. അപ്പൊ മൂപ്പരെ തോണ്ടിയിട്ട് നമ്മൾ പറയും, നോക്കി ആ സൈഡിൽ നിൽക്കണ പെണ്ണിട്ട സാരി കണ്ടോ, പച്ച സാരി, അതാ ഞാൻ പറഞ്ഞ സാരി. ഉടനെ മൂപ്പര് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പൊ കൊടുക്കും എന്തെങ്കിലും ഒരു ചവിട്ട് അല്ലെങ്കിൽ ഒരു പിച്ച്. നിങ്ങൾ എന്തിനാ അങ്ങനെ നോക്കണത്? അങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. നമുക്ക് പെരിഫറൽ വ്യൂ ഉണ്ട്, മൂപ്പർക്ക് പെരിഫറൽ വ്യൂ ഇല്ല. മൂപ്പർ അങ്ങനെ നോക്കുന്നത് ദുർനടപ്പുകാരനായതുകൊണ്ടല്ല, വായ നോക്കി ആയതുകൊണ്ടല്ല, ചീത്ത ശീലുള്ള ആളായതുകൊണ്ടുമല്ല. മൂപ്പർക്ക് കൽബും കണ്ണും കരളൊക്കെ നമ്മൾ തന്നെയാ. മൂപ്പർക്ക് ജീവനൊക്കെ നമ്മൾ തന്നെയാ. പക്ഷെ കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കണം. അപ്പൊ അവിടെ വായ നോക്കി ആക്കരുത്. ഇതുവരെ ഉണ്ടായതൊക്കെ പോട്ടെ, ഇതുവരെ കിട്ടിയ നുള്ളും ബീച്ചും ചവിട്ടൊക്കെ മൂപ്പര് സഹിച്ച്. ഇനി അങ്ങട്ട് നുള്ളാനും പിച്ചാനും പോവണ്ട, അതിന്റെ പേരിൽ കച്ചറ ഉണ്ടാക്കാൻ പോവണ്ട. സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ. നേരത്തെ കുട്ടികൾ എഴുതിയ പോലെ ഉമ്മയും ഉപ്പയും അടിപിടി കൂടുന്നതാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത സംഭവം എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്നത് കണ്ട് അസൂയപ്പെടുന്ന മക്കളാവട്ടെ. ആ സ്നേഹത്തിന്റെ ഉള്ളില് തളച്ചിടണം നമ്മൾ കുട്ടികളെ. വേറെ എവിടുന്ന് ഒരു സ്നേഹത്തിലേക്കും അവര് വഴിവിട്ട് പോവാൻ പാടില്ല. ഒരു സ്നേഹവും ഇതിനേക്കാ കൂടുതലായി അവർക്ക് തോന്നാൻ പാടില്ല. കണ്ണൊക്കെ കഴിഞ്ഞ് നമ്മള് നാക്കിലേക്ക് വരികയാണ്. നാവിന്റെ അവസ്ഥ എങ്ങനെയാ? നാവിന്റെ അവസ്ഥ എങ്ങനെയാണോ? 6 ഇഞ്ച് സാധനമുള്ള ഒരാൾക്ക് 6 അടി പൊക്കമുള്ള ആളെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ അതാണ് നാവ്. ആരത്? നാവ് ആണും പെണ്ണും വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലേ? സ്ട്രക്ചറലി ഒരു വ്യത്യാസവും ഇല്ല. ആണിന്റെ നാവും പെണ്ണിന്റെ നാവും ഒക്കെ ഒരുപോലെയാ. പക്ഷേ അപ്പോ ആണുങ്ങള് ഒരു ദിവസം 7000 വാക്കുകൾ സംസാരിക്കും. നമ്മൾ പെണ്ണുങ്ങളോ 30,000 വാക്കുകൾ സംസാരിക്കും. ഒന്ന് കൈയടിച്ചാണേ. അപ്പോ ഇവര് ജോലി സ്ഥലത്തും പുറത്തൊക്കെ ഇറങ്ങി ഏകദേശം 6000 വാക്കുകളും കഴിഞ്ഞ് വരികയാണ്. നമ്മളാണെങ്കിലോ 30,000-ൽ 15 തീർന്നു വരികയാണ് അല്ലേ? അപ്പോ അവർക്ക് കേൾക്കാനും മൂടുണ്ടാവില്ല, നമുക്ക് സംസാരിക്കാൻ കുറേ ഉണ്ടാവുകയും ചെയ്യും. അതിനാണ് ഒരു തെറാപ്പി ഉള്ളത്. തെറാപ്പി അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഗ്യാപ്പില് എന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ മൂളിക്കഴിഞ്ഞാല് നമ്മൾ പറയുന്നതെല്ലാം കേട്ടു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിൽ നമുക്ക് കിടന്നുറങ്ങാനും രാവിലെ ഉഷാറായി നല്ല ഒരു വിശാലമായ ഹൃദയത്തോടു കൂടി എണീക്കാനും പറ്റും. അപ്പോ ഈ വ്യത്യാസങ്ങള് ഇന്നെന്റെ ഭർത്താവിന് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുക, കാക്ക നമ്മൾ രണ്ടാളും ഒരുപോലെയല്ല, ശാരീരികമായും മാനസികമായും ചിന്താപരമായും ഒക്കെ നമ്മൾ വ്യത്യസ്തരാ. ഇത് ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ഒരുമ ഉണ്ടാവും.
അവിടെ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിലൂടെ നമുക്ക് നമ്മളെ മക്കളെ വളർത്താൻ പറ്റും. ഒരിക്കലും വഴിവിട്ടു പോവാത്ത, നമ്മളിൽ ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ മക്കള് എവിടെയൊക്കെ പോയാലും, എത്രയേറെ വിദ്യ അഭ്യസിച്ചാലും, ആരുടെയൊക്കെ കൂടെ ആയാലും ആ സ്നേഹത്തിൽ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റും. അത്തരത്തിലുള്ള സ്നേഹം പകരുന്ന, പരസ്പരം കാരുണ്യം ചൊരിയുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ഓരോ കുടുംബങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.